അച്ഛൻ്റെ പേഴ്സിൽ നിന്ന് അച്ഛനറിയാതെ എന്നും 100 രൂപ എടുത്തു വെക്കാറുള്ള അമ്മയെ എനിക്കറിയാം. ഇങ്ങനെ എടുത്തു വെക്കുന്നതിൽ നിന്നും ഇടയ്ക്കൊക്കെ എനിക്കൊരു ചെറിയ പങ്ക് കിട്ടാറുള്ളതുകൊണ്ട് തന്നെ ഞാനത് അച്ഛനോട് പറയാറില്ല. ഒരു ദിവസം അച്ഛൻ്റെ ഒപ്പം പച്ചക്കറി വാങ്ങാൻ വേണ്ടി ഞാനും പോയി. ആകെ 100 രൂപയായി. അച്ഛൻ പേഴ്സ് എടുത്ത് നോക്കുമ്പോൾ ആകെ 30 രൂപയുള്ളൂ. മൊയ്തീനെ, വൈകുന്നേരം തരാം എന്നും പറഞ്ഞുകൊണ്ട് തിരിച്ച് സാധനവും കൊണ്ട് തിരിച്ചു നടന്നു. മൊയ്തീൻക്ക് അച്ഛൻ്റെ സുഹൃത്താ. എന്നാലും ഇന്ന് പണിയില്ലാത്ത അച്ഛൻ വൈകുന്നേരം എങ്ങനെ പൈസ കൊടുക്കുമെന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് വല്ലാത്ത കുറ്റബോധം തോന്നി. ഇന്നലെ അമ്മ 100 രൂപ എടുത്തു വെക്കുന്നത് ഞാനും കണ്ടതാ. പെട്ടെന്ന് സത്യം അച്ഛനോട് പറയണമെന്ന് എനിക്ക് തോന്നി. അച്ഛ, അമ്മൻ്റെ കയ്യിൽ പൈസ ഉണ്ടാവും. പെട്ടെന്ന് ഞാൻ പറയുന്നിട്ട് അച്ഛനൊന്ന് നോക്കി. അതെങ്ങനെയാ നിനക്കറിയാം? അത് അമ്മയൊന്ന് അച്ഛൻ്റെ പേഴ്സിൽ നിന്ന് പൈസ എടുക്കുന്നത് ഞാൻ കാണാറുണ്ട്. അച്ഛൻ എന്നെ ഒന്ന് നോക്കി ചിരിച്ചു. എന്നിട്ട് നീ എന്താ പറയാതെ? അല്ല, ഇടയ്ക്ക് എനിക്കും കിട്ടാറുണ്ട്. അച്ഛൻ ചിരിച്ചതേ ഉള്ളൂ. സാരമില്ല, ഇന്ന് വൈകുന്നേരം നമുക്ക് കൊടുക്കാം, പൈസ ഒക്കെ വരും. ഇതെന്നോട് പറഞ്ഞ നീ അമ്മയോട് പറയണ്ട കേട്ടോ. ഇല്ലെന്ന് ഞാനും തലയാട്ടി. അങ്ങനെ വീട്ടിലെത്തി. എടി, 1-2 സാധനം വാങ്ങാൻ പറ്റിയില്ല കേട്ടോ, പൈസ കഴിഞ്ഞിരുന്നു, നാളെ വാങ്ങിക്കാം എന്ന് അച്ഛൻ അമ്മയോട് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞ് അച്ഛൻ കുളിക്കാൻ പോയപ്പോൾ അമ്മ വന്ന് അച്ഛൻ്റെ പേഴ്സിലെ ഉള്ളിലറയിൽ ഒരു 200 രൂപ കൊണ്ടുവച്ചു. വൈകുന്നേരം ഇറങ്ങുമ്പോൾ അമ്മ അച്ഛനെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു, പേഴ്സിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും പൈസ ഉണ്ടാവും, ശരിക്കും നോക്കണം. ഇത് കേട്ട് അച്ഛൻ എൻ്റെ മുഖത്തൊന്ന് നോക്കി ചിരിച്ചു. ഞാൻ പറഞ്ഞില്ല പൈസ വരുമെന്ന്. നിന്റെ അമ്മക്ക് കക്കാനേ അറിയൂ, നിൽക്കാനറിയില്ല. അവൾ എടുക്കുന്നതും പൈസ ഇല്ലാത്തപ്പോൾ എൻ്റെ പേഴ്സ് കൊണ്ട് വെക്കുന്നതും ഞാൻ അറിയുന്നില്ല എന്ന് അവളുടെ വിചാരം. ഞാൻ അച്ഛനെ നോക്കിയൊന്ന് ചിരിച്ചു. അച്ഛനറിയായിരുന്നു അമ്മ എടുക്കുന്നതൊക്കെയും അച്ഛനും കൂടി വേണ്ടിയുള്ളതാണെന്ന്. എത്ര മനോഹരമായിട്ടാണ് അച്ഛൻ അമ്മയെ സ്നേഹിക്കുന്നത്, തിരിച്ച അമ്മയും. പരസ്പരം പറയാതെ അവരുടെ ഉള്ളിലെ മാത്രം ഭംഗിയുള്ള നിമിഷങ്ങൾ ഞാനും കൂടി ആസ്വദിച്ചു.